+1 അലോട്ട്മെൻറ്റ് വന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ അഡ്മിഷനൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് ആർക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഏത് ദിവസം വരെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ എത്രയാണ് ഫീസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ മാത്രമാണ്. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത ഏതൊരു ഓപ്ഷൻ കിട്ടിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. ബാക്കി ഏത് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ടെമ്പററി ആയി ജോയിൻ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ശ്രദ്ധിക്കണേ, ഏത് വരെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യാൻ സാധിക്കും. ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിങ്ങൾ പെർമനൻ്റ് ആയി ജോയിൻ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ട ഫീസാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ കാണാൻ പറ്റും, അഡ്മിഷൻ ഫീസ് 50 രൂപയാണ്, ലൈബ്രറി ഫീസ് 25 രൂപയാണ്, കലണ്ടർ ഫീസ് 25 രൂപയാണ്, വൈദ്യ പരിശോധന ഫീസ് 25 ഉണ്ട്, AV ഓഡിയോ വിഷ്വൽ യൂണിറ്റ് ഫീസ് 30 ഉണ്ട്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫീസ് 75 ഉണ്ട്, സ്റ്റേഷനറി ഫീസ് 25, അസോസിയേഷൻ ഫീസ് 25, യൂത്ത് ഫെസ്റ്റ് ഫീസ് 50, മാഗസിൻ ഫീസ് 25, കോഷൻ ഡെപ്പോസിറ്റ് സയൻസിന് 150, ഹ്യൂമാനിറ്റീസിന് കൊമേഴ്സിന് 100. അത് മാത്രമല്ല ലബോറട്ടറി അല്ലെങ്കിൽ ലാബ് ഉള്ള വിഷയങ്ങൾക്ക് ഓരോന്നിനും 50 രൂപ വീതം. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷന് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ അതിനും എക്സ്ട്രാ ആയിട്ട് ഓരോന്നിനും 50 രൂപ വീതം കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി, അൺഎയ്ഡ് മുതലായ വിവിധ കോഡ് അപേക്ഷ നിർമ്മിക്കുന്നത് അത് വേറെയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ചിലപ്പം ഈ നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ ഇതാണൊരു നോർമലി ഉള്ളൊരു ഫീസ് ഘടന. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഫീസ് ഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീസ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കൊടുക്കേണ്ടി വരും. ഈ ദിവസം നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുമല്ലോ. ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുക, നിങ്ങൾക്ക് ഏത് സ്കൂളാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾക്ക് എന്ത് തരും, അലോട്ട്മെൻറ്റ് ലെറ്റർ തരും. ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എല്ലാ ഫീസും കറക്റ്റായിട്ട് എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. അപ്പോൾ എത്രയാണോ ഫീസ് രേഖപ്പെടുത്തിയത്, അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എത്രയാണോ ഫീസ് രേഖപ്പെടുത്തിയത് ആ ഫീസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇനി ശ്രദ്ധിക്കണേ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രസ്തുത ഫീസിനേക്കാൾ ഉയർന്ന നിരക്കിൽ ഫീസ് ഈടാക്കുകയോ സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫണ്ട് മറ്റിനങ്ങൾ എന്നിങ്ങനെ അനധികൃതമായി പിരിവ് നടത്തുകയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം സ്കൂൾ അധികാരികൾക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി. അതായത് സർക്കാർ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനേക്കാൾ അധികമായി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി കൈകൊള്ളുന്നതായിരിക്കും. അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ സ്കൂളിൽ പോയി കിട്ടുമ്പോൾ അതിൽ എത്രയാണോ ഫീസ് രേഖപ്പെടുത്തിയത് അത്രയും ഫീസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ട ഒരു സംഭവമാണ് എന്ത്, അതിൻ്റെ റെസിപ്റ്റ് അല്ലേ. നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ചോദിച്ച് വാങ്ങണം. നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസീപ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ചോദിച്ച് വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് ജോയിൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ കേട്ടോ. ഈ ഒരു ഡേറ്റ് ഓർത്ത് വെക്കണേ. ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലാത്ത ബാക്കി ഏത് ഓപ്ഷനിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും. അപ്പോൾ ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സമയം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നഫീസ് സൈനിങ് ഓഫ്.